അസ്സലാമു അലൈക്കും. എല്ലാവർക്കും വീണ്ടും സെൻ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു ലെമൺ ക്രീമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ചെറുനാരങ്ങ നല്ലവണ്ണം കഴുകണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ചോപ്പർമേൽ വെച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കണം. അതിൻ്റെ പുറത്തെ മഞ്ഞ ആ ഭാഗം മാത്രം വളരെ ചെറുതായി വളരെ നോർമലായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. ഉള്ളിലത്തെ വെളുത്ത ഭാഗം അതിൽ പെടാൻ പാടുള്ളതല്ല. ഇപ്പം നമ്മൾ ചെറുനാരങ്ങയുടെ പുറത്തെ ഭാഗം നമ്മൾ ചുരണ്ടി എടുത്തിട്ടുണ്ട്. നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാത്രമാക്കി എടുക്കണം. ഇതുപോലെ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ ചണ്ടിയും കുരുവും ഒക്കെ കളഞ്ഞ് നല്ലവണ്ണം അരിപ്പയിൽ നമുക്ക് അരിച്ചെടുക്കണം. നാരങ്ങ ജ്യൂസ് നമ്മൾ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ജാം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാനിലേക്ക് ഒഴിക്കുക. ശേഷം നമ്മൾ ചുരണ്ടി വെച്ച നാരങ്ങയുടെ പുറത്തെ ഭാഗം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ചെറുനാരങ്ങ ജ്യൂസ് എത്രയുണ്ടോ അതിൻ്റെ ഇരട്ടി പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. കോൺഫ്ലവർ നമ്മളെ തിക്നെസ്സിനനുസരിച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ചൈന ഗ്രാസ് ആയാലും കുഴപ്പമില്ല. ഇനി നന്നായി അത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം 2 കോഴിമുട്ട അതിലേക്ക് ആഡ് ചെയ്യണം. ഇനി കോഴിമുട്ട അതിലേക്ക് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി 2 കോഴിമുട്ടയുടെ മഞ്ഞക്കരു മാത്രം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല കളർ, നല്ല മഞ്ഞ കളറായിട്ട് കിട്ടാനാണ് നമ്മൾ ആ 2 കോഴിമുട്ടയുടെ മഞ്ഞക്കരു ചേർത്ത് കൊടുത്തത്. ഇനി അതും ഇതിൽ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നന്നായി ജോയിൻ്റ് ആയതിനു ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ച് ഇത് നന്നായി തിളപ്പിക്കണം. ചൂടായി തിളച്ച് വരുന്നതിനനുസരിച്ച് ഇത് നല്ല കുറുകി വരുന്ന കാരണം നന്നായി അടിയിൽ പിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുക. ഈ നെയ്യ് ചേർത്ത് ഇത് ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റായി ചട്ടിയിൽ നിന്നൊക്കെ ഇളക്കി ഇത് വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥ വരും. ഈ പരുവത്തിലാവുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറിയ ശേഷം കുപ്പിയിലേക്ക് മാറ്റാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 3 മിനിറ്റെങ്കിലും വീഡിയോ കണ്ടതിന് ശേഷം മാത്രം സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് സ്പാമായി നമുക്കൊരു ഉപകാരമില്ലാതെ പോകുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.